നല്ല ചൂടുള്ള ഉണ്ണിയപ്പാട്ടോ. ഇത് കിട്ടുന്ന സ്ഥലം കേട്ടോ നമ്മൾ അടുത്താട്ടോ. അത് പട്ടാമ്പിയിൽ നിന്ന് തൃത്താല വഴി കുമ്പിടി വഴി കുറ്റിപ്പുറത്തേക്ക് പോകുമ്പോൾ കാറ്റാടി കടവ് ആ സ്ഥലത്ത് പേര് കേട്ടോ. ഇത് റോഡ് സൈഡ് ചെറിയൊരു മറ്റേ ഷെഡ് കെട്ടിയ ഷോപ്പാണത്. തൊട്ടപ്പുറത്ത് പാടും ഉണ്ട്. മുമ്പിൽ വീട്ടിലുണ്ടായി കൊണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ഉണ്ണിയപ്പാണ്. അത് നാടൻ വെളിച്ചെണ്ണയിൽ മറ്റേ പൊരിച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പാണ്. അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു വെളിച്ചെണ്ണ നമുക്ക് ഫീൽ കിട്ടും. നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ച് എടുക്കുമ്പോൾ സ്മെൽ ഉണ്ടാവില്ല, നമുക്ക് ഫീൽ കിട്ടും. നമുക്ക് മുമ്പ് കടയിൽ നാടൻ പച്ചക്കറി ഉണ്ട് കേട്ടോ. മുമ്പ് കട പരിചയപ്പെടും ചെയ്യാം. കൃഷ്ണേട്ടനുമായി വെച്ച് നിങ്ങൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കട്ടോ. കൃഷ്ണേട്ടൻ ഇവിടെ അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ചോദിച്ചോട്ടെ കാക്കിലേക്ക് പോയിട്ട് നമുക്ക്. കൃഷ്ണേട്ടാ എന്തൊക്കെയുണ്ട്? എന്തങ്ങനെ പതുക്കെ പോണ്. ചെറിയൊരു കച്ചവടം മതി, അതിനെ വേണ്ടി ഉള്ളത്. നല്ല ഉഷാറ് തീരെ കിട്ടാനില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും 2 കിലോ അരി മേടിച്ച് തൽക്കാലം ജീവിതം കഴിഞ്ഞു പോണ്ടേ, അത് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പരിപാടി ഏതായാലും 2 കിലോ അരി കൊണ്ടുണ്ടാക്കി തുടങ്ങിയല്ലേ. ഒരു 4-5 കിലോ വരെയൊക്കെ ഇങ്ങനെ ദിവസം ഇത് തുടർച്ചയായിട്ട് ഒരു മാസത്തിലേറായി ഇത് തുടങ്ങിയിട്ട്. നല്ല സ്മെല്ലാണ് കാരണം. അത് ഈ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഈ മാവിന്റെ കൂട്ടുകൾ അത്രയുണ്ട്. എല്ലാ സാധനം ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല ഒരു കറപ്പൊന്നുമില്ല. അതായത് നല്ല വെളിച്ചെണ്ണയാണിത് അല്ലേ? അത് നല്ല വെളിച്ചെണ്ണ നമ്മൾ ഒന്നിച്ചിട്ട് 2 കിലോ 3 കിലോ മേടിക്കും ദിവസം. നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉണ്ടാവട്ടെ. എല്ലാവരും വീട് കണ്ട് എല്ലാവരും മറ്റം കട്ടെ. നാടൻ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ചിലർ ഗൾഫിലേക്കൊക്കെ 100-150 ഓർഡർ ആയിട്ട് കൊണ്ടുപോകണ്ടല്ലേ. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. അത് ആരും മിസ് ചെയ്യണ്ട. നമ്മുടെ അടുത്ത കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ജസ്റ്റ് ഒക്കെ കഴിക്കുക. നമ്മൾ ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. ബോർഡിൻ്റെ ആവശ്യം നമുക്കില്ല. കാരണം എല്ലാവരും കണ്ടാലും എല്ലാവരും വന്ന് വാങ്ങിക്കും. കാരണം നല്ല വൃത്തി ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. അല്ല പറയാലോ. എല്ലാവരും പറഞ്ഞു, കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ 10-40 രൂപ കൊടുക്കുന്ന വെളിച്ചെണ്ണയിലായതുകൊണ്ട് മുതലായിട്ടല്ല, നമ്മളൊരു ജീവിതമാർഗ്ഗമല്ലേ. മറ്റൊരുത്തിനെ കൊല്ലാതെ ഉള്ള പോലെ ചെയ്യാം. നമ്മള് നല്ല ഭക്ഷണം കൊടുക്കുക. എന്തായാലും ഉഷാറാവട്ടെ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കുക. ഈ അടുത്തുള്ള ആളെല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ മാറ്റി പോണ ആൾക്കാർ ഓരോ പാക്കറ്റ് കുട്ടികൾക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളത് പുതിയതല്ലേ, അപ്പോഴൊക്കെ ചൂട്ടോട് കൂടിയിട്ട് കൊടുത്തേക്കുന്നുണ്ട്. പോകുന്നുണ്ടല്ലേ. അന്നാണ് ചെലവായി കിട്ടിയ ജീവിച്ചു കൊണ്ടുവച്ചിട്ട് അതാണ് നമുക്ക് അന്നാന്ന് ഉണ്ടാക്കുക, അന്നാ ചിലവാകുക. ബാക്കി എടുത്തേക്കേണ്ട ആവശ്യമില്ല. അന്നാന്ന് ഉണ്ടാക്കുക, അന്നാ ചിലവാകുക. അത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇന്നലെ ഗൾഫിൽ നിന്ന് എടുത്ത് വന്നിരുന്നു ചേകനൂരിന്ന്. അവൻ പറഞ്ഞു നിങ്ങളെ ഇത് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് നമ്മളെ ഈ റൂട്ട് കറ്റാടിക്കടവ് എന്ന് പറയും ഈ സ്ഥലത്തിന്റെ എന്താ പ്രത്യേക പള്ളിപ്പടിയിലെ കറ്റാടിക്കടവ് എന്താ പ്രത്യേക? ഇവിടെ പോകാൻ കടവ് കിട്ടല്ലേ? ഭാരത പോയത് മണലെടുത്തിന്റെ കടവായിരുന്നേ. നിങ്ങൾ എന്തൊക്കെയാണ് മിക്സിംഗ്? നമ്മള് എള്ള് ചേർക്കുന്നുണ്ട്, പിന്നെ ഇതില് മറ്റേതാണ് ഏലക്കായ ചേർക്കുന്നുണ്ട്, പിന്നെ ജീരകം ചേർക്കുന്നുണ്ട്, കരിഞ്ജീരകം കുറച്ചിട്ടുണ്ട് ചിലർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ തേങ്ങ നമ്മൾ ഈ കഷ്ണം വെട്ടി ചെറുതാക്കി നുറുക്കി ഉണ്ടാക്കിയിട്ട് അത് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ടല്ലോ. എന്തായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. റെസിപ്പി അടിപൊളിയാട്ടോ. ഇപ്പൊ റെസിപ്പി പുറത്തു വിട്ടൊക്കെ ഉണ്ടോ? സംഭവം കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ജസ്റ്റ് സപ്പോർട്ട് ചെയ്യും. എള്ളും ജീരകം ഒക്കെ എല്ലാം റെഡിയാണ്. ഫ്രഷ് സാധനം കൂടി ലൈവായിട്ട് കൊടുക്കുക. സ്നേഹത്തോടെ അഷ്റഫ് കാരക്കാട് ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ.